കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ ഒരു ചെറു ഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഞാനിവിടെ നോഡൽ ഓഫീസറായി നിൽക്കുന്നതിൻ്റെ പിന്നിൽ ശ്രീ ജയകൃഷ്ണൻ സാറാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിൽ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിൻ്റെ സ്ഥാപക പ്രസിഡന്റാണ് ശ്രീ ജയകൃഷ്ണൻ. ഏകദേശം 2 വർഷം മുമ്പ് ഇതിനെ ഒന്ന് ഏകോപിപ്പിക്കാനായി ഒരു നേതൃത്വമില്ല എന്നും അങ്ങനെ ഒരു നേതൃത്വവും ഒരു നോഡൽ ഓഫീസറും കേരള സംസ്ഥാനത്തിന് വേണം എന്നും അതിൻ്റെ സ്ഥാപക സമയത്ത് വന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മാനേജ്മെന്റിനെ ധരിപ്പിച്ചു. വെറുതെ ധരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, സാധാരണയായി ഒരാളെ വേണമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ പേര് പറഞ്ഞിട്ട് അത് ഞാൻ തന്നെ വന്നാൽ അഭികാമ്യം എന്ന് വൈദ്യുതി ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഹയർ മാനേജ്മെന്റിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണുണ്ടായത്. പക്ഷെ അന്ന് നടന്നില്ല. ഏതൊരു കാര്യത്തിനും കേരളത്തിൽ ചില ഫ്രിക്ഷൻസുകൾ ഉണ്ടാകും. ചില 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 എന്താ പറയുക, ആദ്യമായി തുടങ്ങുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ എന്നുള്ളത് ഉണ്ട്. അത് അന്ന് നടന്നില്ല. പക്ഷേ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി മറ്റ് EPC അതുപോലെ തന്നെ സപ്ലൈയിങ് മേഖലയിലേക്ക് വന്നുവെങ്കിലും സത്യത്തിൽ അദ്ദേഹം നാന്തി കുറിച്ച അതേ പ്രിൻസിപ്പിളിൽ അതേ തത്വത്തിൽ സർക്കാർ എന്നെ അംഗീകരിച്ച് സ്റ്റേറ്റ് നോഡൽ ഓഫീസറായി പോസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഒരു ഗൃഹാതിഥിത്വം ഉള്ള ഒന്നാണ്. ഇതിൽ വരണമെന്ന് സത്യത്തിൽ എന്നെ വിളിച്ചില്ലെങ്കിൽ തന്നെയും വരാനുള്ള ബാധ്യത എനിക്കുള്ളതുകൊണ്ട് ഇന്ന് അവധിയാണ്. നമ്മുടെ കേന്ദ്ര മന്ത്രി കഴിഞ്ഞ ആഴ്ച ഘട്ടം കേരളത്തിൽ വന്നിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജ്യോതിലാൽ സാറും ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ബിജു പ്രഭാകർ IAS, നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ശ്രീ സുരേഷ് ഗോപി, ഞങ്ങളുടെ മന്ത്രിയും ഒക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു അനുമതിയോടുകൂടി ഇത് ഇന്നേക്ക് ഫിക്സ് ചെയ്തത്. ഇവർ പറഞ്ഞതുപോലെ ഇതൊരു പാഷനാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്കറിയാം, 10 മണിക്ക് പഞ്ച് ചെയ്തു, 4:30 പഞ്ചൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോലി ചെയ്യുകയാണ്. ഞാനിതിനെ കാണുന്നത് അങ്ങനെ ഒരു തലത്തിലല്ല. ഇവിടെ ഒരു ഡെവലപ്പർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന 100-ൽ പരം തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 500 കോടി രൂപയുടെ സബ്സിഡി ഇന്ന് കേരളത്തിലെ ജനതയുടെ പോക്കറ്റിലേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. ഏകദേശം 2200 കോടി രൂപയുടെ മൂലധന നിക്ഷേപം കേന്ദ്ര ഗവൺമെന്റ് തന്ന ഈ സ്കീം പ്രകാരം കേരളത്തിൽ മണി ഫ്ലോ ഉണ്ടാകുന്നുള്ളതാണ് വാസ്തവം.